എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രവചന വീഡിയോ കാണാനിടയിൽ തീർന്നു. ചെങ്ങന്നൂരിലുള്ള കുരുട്ട് കോട്ട് രാവണിയുടെ കുറച്ച് പ്രവചനങ്ങൾ. ആ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, രണ്ട് സഹോദരിമാരെ, അവരുടെ കുഞ്ഞുങ്ങളെയും ഇവൻ യാതൊരു നാണവും മാനവുമില്ലാതെ അവരെ വിളിച്ചു നിർത്തി അവരോട് പലതരത്തിലുള്ള മെൻ്റലിസ്റ്റുകൾ പോലും എത്രയോ പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത്. ഇത് വെറും തറ നമ്പറുകൾ കാണിച്ച് കുറേ വിഡ്ഢിത്തങ്ങളും കുറേ ദുരാത്മാവിലുള്ള കുറേ വ്യർത്ഥ സംസാരങ്ങൾ കൊണ്ട് അവരെ വഞ്ചിക്കുന്നത് കാണാനിടയിൽ തീർന്നു. എനിക്ക് തോന്നി, ഇതിനകത്ത് അദ്ദേഹം ആവശ്യമില്ലാതെ നമ്മുടെ പേരുകൾ പരാമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പം എനിക്ക് തോന്നി, ശരി, നമ്മളെ പറയുന്നത് ഞാൻ അവനെ എതിർത്തിട്ടാണെന്ന് പറയാം. ഇവൻ ഈ പാവം പിടിച്ച സഹോദരിമാരെ എന്തിനാണ് പറ്റിക്കുന്നത്? ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവൻ്റെ ഈ കുരുട്ടു ബുദ്ധിയുടെ പ്രവചനങ്ങൾ, വ്യാജ പ്രവചനങ്ങൾ ഒന്ന് തുറന്നു കാണിക്കണം. അത് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിട്ടുള്ള പോലെ അതിൻ്റെ വീഡിയോയുടെ ഭാഗം മാത്രം എടുത്തല്ല, ഇത് നിജസ്ഥിതി അന്വേഷിച്ച് ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവൻ വ്യാജം പ്രവചിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചവരിൽ ഒരാളുടെ വീട് എനിക്ക് പരിചയമുള്ള സ്നേഹിതൻ വഴി അവിടെ കടന്നു ചെന്ന് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. ആ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ചും ആ വീടിൻ്റെ ഒരു ബാഹ്യ സ്വഭാവത്തെക്കുറിച്ചും അവിടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഈ വ്യാജൻ പറയുന്നതും പ്രവചിക്കുന്നതും അവരെ പറഞ്ഞു പറ്റിക്കുന്നതും പല കാര്യങ്ങളും വ്യാജമായിട്ട് പോലും അവർ പലപ്പോഴും മിണ്ടാതിരിക്കുന്നു. പിന്നെ ചിലപ്പോഴൊക്കെ കേസ് മൂളിക്കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആ സഹോദരിയും അതിൻ്റെ കുഞ്ഞും പോകുന്നു. എനിവേ, ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഹസ്ബൻഡുമായും ആ വീട്ടിലുള്ള മറ്റുള്ളവർ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുന്നു. കേൾക്കുക. ആദ്യം അവൻ്റെ വീഡിയോ കാണുക, ശേഷം ആ വീടിൻ്റെ അവസ്ഥകളും അതിനോടൊപ്പം ചേർന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളവിടെ ഒരു ആക്സിഡന്റ് പോലാണ്ട് കഴിഞ്ഞു നിൽക്കുക അല്ലേ? അല്ല, ഉറക്കപ്പുറ. അതെ, നിങ്ങളുടെ അവിടെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു നിൽക്കുക. നടന്നു. സ്ഥലവും സാമ്യമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ വീട് ഏകദേശം ഒരുപോലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു പ്രശ്നം രണ്ടുപേരുടെയും. നിങ്ങളുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് ആക്സിഡന്റ് ആയത്? ടൂ വീലറിലാണ്. നിങ്ങളുടെയോ? സൈക്കിളിൽ. രണ്ട് ടൂ വീലർ. സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഒപ്പിക്കുന്ന ഒരു കുറുക്കു വഴിയാണിത്. ഒരു വല്ലാത്ത അതിബുദ്ധി. രണ്ടുപേരെ വിളിച്ചു നിർത്തി നിങ്ങളുടെ വിഷയങ്ങളുമായിട്ട് താരതമ്യം ഉണ്ടെന്ന് പറയുക. വാസ്തവത്തിൽ താരതമ്യം ഉണ്ടെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് വളച്ചൊപ്പിച്ച് കൊണ്ടുവരികയാണ് ഇവൻ്റെ പരിപാടി. ഇവിടെ തന്നെ പറഞ്ഞ കേട്ടില്ലേ, ഒരാൾ സ്കൂട്ടറിൽ നിന്ന് ആക്സിഡൻ്റായി, മറ്റേ ആൾ സൈക്കിളിൽ നിന്ന് ആക്സിഡൻ്റായി. അപ്പോൾ ഇത് രണ്ടും ടൂ വീലർ ആണെന്നുള്ള ഒരു വലിയ കണ്ടുപിടുത്തം പ്രവാചകൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രവാചകൻ്റെത്. ഇനി അടുത്തൊരു കാര്യം കേട്ടണം, ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അതാണ്. ഈ രണ്ട് ഫാമിലിയും ഇവിടെ വന്നേക്കുന്നത് മറ്റോരോരുത്തർ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിന്ന് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ അനിൽകുമാർ എന്ന് പറയുന്ന ചേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ അടുത്തൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചി വന്ന് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും സംസാരിക്കുകയും ചെയ്തപ്പം അവരിങ്ങനെ പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. അവരോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചുകൊണ്ട് പോയതാണിത്. അവർ ചെന്ന് കൊടുത്ത ഇൻഫോർമേഷൻ അനുസരിച്ചാണ് ഈ നമ്പർ 1 തരികിട ഇത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെ ചില കാര്യങ്ങൾ അവന് കിട്ടിയിരിക്കുന്നത് ഏകദേശ ധാരണ മാത്രമാണ്. ആ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സഹോദരിക്ക് പോലും അറിയത്തില്ല. അവരുടെ വാക്കുകളിൽ നിന്ന് പലതും എടുത്തിട്ട് ഇനി ഇവൻ കുറെ കൂടെ അതിനോട് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അവനത് ഒന്ന് പെരുപ്പിച്ചാണ് ഇനി പ്രവചനം അടിക്കാൻ പോകുന്നതെന്ന് ഇത് പറഞ്ഞു കൊടുക്കുന്ന സഹോദരിക്ക് പോലും അറിയത്തില്ല. അവരെ നിന്ന് കിട്ടിയത് വെച്ച് ബാക്കി അവൻ കയ്യിൽ നിന്നിട്ട് കീച്ചതാണ്. കയ്യിൽ നിന്നിട്ട് കീച്ചത് മുഴുവൻ ചീറ്റിട്ടുണ്ട്. അത് ബാക്കിയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് രണ്ട് സഹോദരിമാരോട് സംസാരിക്കുന്നത്. അതിനകത്ത് ഒരു സഹോദരിയെ മാത്രമായിട്ടുള്ള ഭാഗങ്ങളാണ് തുടർന്ന് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. പുള്ളിക്ക് എവിടെയാ പരിക്ക്? കാലിലല്ലേ? നിങ്ങളുടെയോ? കൈക്കും നടുവിനും. നടുവിനും.
നടുവിന് പരാജയമുണ്ട്. ഇത് ഇത് നടു കാലും ഇല്ല, എന്തുവാ കാലിന് പ്രശ്നമില്ല, കൈക്ക്. നിങ്ങളുടെയോ? ആക്സിഡന്റ് പറ്റിയൊന്നും പറഞ്ഞില്ലായിരുന്നു എന്നോട്. കാല് ചോരയൊക്കെ ആയിട്ട് വന്നപ്പോഴാ ആ മതി, ഇത്ര പറഞ്ഞാ മതി. പരാജയവാ. ഡൺ. പറന്തൽ ജംഗ്ഷൻ. വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി അല്ലേ? വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി. വലത്തോട്ട് കിടക്കുന്നൊരു വഴി ആണോ? അതെ അതെ. നിങ്ങളുടെ വീടിൻ്റെ അടുക്കമല്ലോ വന്നോ? ഓക്കെ. ഇല്ലെങ്കിൽ നാളെ ഈ അമ്മാവ വന്ന് എനിക്ക് വീട് പറഞ്ഞു തന്നെന്ന് പറയാം. അതുകൊണ്ടാണ്. അയ്യോ, ഞാൻ ആ വീട്ടിൽ പോലും പോയിട്ടില്ല. മാമ ഈ കുരിശടി കാണിക്കുന്നു. ആ കുരിശടിയുടെ വഴി കിടക്കുന്ന വഴിയാണോ അതോ പള്ളിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണോ? പള്ളിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി. ഓക്കെ. ചെറിയൊരു പുരയിടവും കണ്ടവും പുരയിടവും എല്ലാം അവിടെ ഉണ്ടല്ലോ. ഇന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മാമയെ പറ്റുന്നേ? നമ്മളെവിടെയായിരുന്നു? നമ്മൾ ആ പള്ളിയുടെ മുന്നിൽ കൂടെ കാണുന്ന വഴി അല്ലേ? ചെറിയൊരു ഇറക്കത്തോടു കൂടി ഇങ്ങോട്ട് പോവാ ആണോ? അതെ, ചെറിയൊരു ഇറക്കത്തോടു കൂടി ഇങ്ങനെ 2 കിലോമീറ്റർ പോകണം. പറമ്പൊക്കെ കാണാം. വെച്ച് പിടിച്ചേക്കാം. ഞാനും ഒരു ദൈവദൂതനും കൂടി ഇങ്ങനെ നടക്കുക. പായല് കാലുണ്ടാക്കി തട്ടിക്കളഞ്ഞതാ. ഇതിപ്പോ പാതി വഴിയായി, മീതിയും കൂടെ കയറണം. ഇപ്പൊ ഞാൻ ഇതിന്റെ ഉച്ചയിലാണ് നിൽക്കുന്നത്. ഏറ്റവും മേളിൽ വന്നു. ഏറ്റവും മേളിൽ എനിക്ക് ഇടതുവശത്തൊരു വീട് കാണാം. ആ വീടാണോ അതോ ഈ കയറ്റം കയറി താഴോട്ടിറങ്ങണോ? മുമ്പോട്ട് വേണം, കുറച്ചുകൂടെ മുന്നോട്ട് ഇറങ്ങണം. താഴ്വശത്തൊരു വീട് കാണാം. കുഴിയില് ഒരു ഓടിട്ട വീട് എനിക്ക് കാണാം. ശരിയാണോ? അതല്ലല്ലോ. അല്ല, അതാരുടെ വീടാ അത്? അവിടെ താമസമില്ല ഇപ്പൊ. ആരുമില്ല അവിടെ. അവിടെ ഒരു വിജയൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. ഇപ്പുറത്തെ വീട്ടിലുണ്ട്. അപ്പുറത്തെ വീട്ടിലാണ് വിജയൻ. ഓഹോ, ഡൺ. വീണ്ടും നടക്കുക. വരുന്നോ? ഒരു വീട്ടിൽ പോ. വരുന്നോ? വാ, കൂടെ പോയേക്കാ. നടന്ന് 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 കയറ്റം കയറി ഏകദേശം ഒരു 100 മിനിറ്റ് തന്നെ. മാമ അങ്കനവാടിയോ എന്തുവാ അത്? ആണോ? അത് കാണാം എനിക്ക്. ഓക്കെ, അംഗൻവാടി കാണാം. ഓക്കെ, അംഗൻവാടി കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി. ആ 3-4 വീടിരിക്കുന്നിടത്തെ വീടാണോ നിങ്ങളുടെ വീട്? അത് കഴിഞ്ഞ് അത് അങ്ങേപ്പുറത്താ കാണുന്ന വളവ്, വലത്തോട്ട് കിടക്കുന്ന വളവ് അതല്ലേ? അത് തന്നെ. ഓയേക്കാം യേശുവിൻ്റെ നാമത്തിൽ. അണത സിസ്റ്റർ വരുന്നോ? വരുന്നെങ്കിൽ വാ, കൂടെ പോരാ. അയ്യോ കർത്താവേ. ഈ 1, 2, 3, 4 വീട് കഴിഞ്ഞ് വീണ്ടും ആ വളവത്തെത്തി. വളവിന് ആ മൂലക്കിരിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട്? അതെ. പക്ഷേ എനിക്കവിടെ ഒരു വീടല്ല, 2 വീടോളം കാണാം. ഒരു ഷീറ്റ് ഇട്ട വീട് കാണാം എനിക്ക്. അതാണോ? അതോ ഇപ്പഴത്തെ വാർത്ത വീടാണോ? വൈറ്റ് വാഷ് പോലെ അടിച്ചിട്ടേക്കുന്ന ആ വീടാണോ? അത് തന്നെയാണോ മോളെ? അത് തന്നെയാണോ നിങ്ങളുടെ വീട്? ആണ്. ഓക്കെ, വൈറ്റ് വാഷ് അടിച്ച വീട് നല്ലൊരു വീടാണല്ലോ. പക്ഷെ അതിന് മേളിൽ കടമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കടം ഇല്ലേ? കടമില്ലേ? ഉണ്ടോ ഇല്ലേ? സ്വർണ്ണോ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെന്ന് പറയാം. ഉണ്ടെങ്കിൽ ആ കടഭാരത്തെ ഇന്ന് കർത്താവ് എടുത്ത് കളയാൻ പോകും. ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളുടെ നേരെ നിൽക്കുന്ന ജപ്തി പോലുള്ളതിനെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ.
ഡോണ്ട് ക്രൈ, ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു. എന്തിനാ കരയുന്നേ? നല്ലൊരു വീട്, നല്ലൊരു സിറ്റ് ഔട്ട്, നല്ലൊരു ഹോള്, നല്ലൊരു മിറ്റം. ഇതാരാ ചെടിയൊക്കെ നട്ടേക്കുന്നത്? നീ നട്ടാന്നോ ചെടിയൊക്കെ? ആണോ? നല്ല എവിടുന്ന് വാങ്ങിച്ചത്? നല്ല ചെടികളാണല്ലോ. കണ്ടാ വെളുത്തിരിക്കുന്ന ചെടി ഏതാ? വെള്ള കളറുള്ള അതമ്മ നട്ടാന്നോ? അതിന് തൈ എനിക്ക് തരണം കേട്ടോ. നല്ല ചെടിയാ അത്. അത് കേറാൻ പറ്റത്തില്ല. കടം 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 കടമെന്ന് തന്നെ ഇങ്ങനെ എഴുതി 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 വരിക. എത്ര ഉണ്ട് മാമേ കടം? അനിൽ, ഇതാണ് അനിൽകുമാർ ചേട്ടൻ. ഞാൻ അനിൽകുമാർ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. ഒരു വീഡിയോയിൽ ചെങ്ങന്നൂരിലുള്ള ഒരു കള്ളപ്രവാചകൻ വൈറ്റ് വാഷ് അടിച്ച ഒരു വലിയ വീടിനെ കുറിച്ച്, വലിയ വീടാണ് പറഞ്ഞത്, വളരെ സൂപ്പറായിട്ടുള്ള വീട്, ഭയങ്കര മിറ്റം, പിന്നെ ചാർത്തായിട്ടുള്ള അടുക്കള ഉണ്ടെന്ന് ഇവിടെ ചാർത്തില്ല. പെരക്കാർ വീടിനകത്താ ഉള്ള അടുക്കള അകത്താ, ചാർത്തൊന്നും പ്രത്യേകിച്ച് ഇല്ല. അപ്പൊ ഇതാണ്. പിന്നെ മനോഹരമായ വീട്, പിന്നെ അതിനകത്ത് അകത്ത് ഏതാണ്ട് വലിയ ചിത്രപ്പണികളൊക്കെ വരച്ചിട്ടുണ്ടെന്ന് പറയാൻ എന്തിനുണ്ടോ? ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം ചോദിക്കട്ടെ, ഈ വീടിന് ജപ്തി ഉണ്ടോ? ഇല്ല, ജപ്തി ഇല്ല. നിങ്ങളുടെ ജപ്തി ഉണ്ടെന്ന് ഇത് ഭയങ്കര പ്രശ്നമാണെന്ന്. ജപ്തി ഇല്ല, നമുക്ക് വീടിന് ജപ്തി ഇത്ര വർഷമായിട്ട് നമുക്ക് വന്നിട്ട് ജപ്തി ഇന്ന് രാവിലെ പോയതൊന്നും അല്ലല്ലോ. ജപ്തി ഇല്ല, അറിയണ്ടേ ജപ്തിയുടെ കാര്യം? അപ്പൊ ജപ്തി എനിക്കാന്ന് ഒരു 40 വർഷം കൊണ്ട് അറിയാവുന്ന വീടാണ്. ഒരു കാര്യം പറയാം, ഇതുപോലുള്ള കള്ളപ്രവാചകന്മാരുടെ വായിലോട്ട് ഇരുന്ന് കയറാമെങ്കിൽ വേണേ ജപ്തി വരാം. അതിനുള്ള എല്ലാ വഴിയുണ്ട്. കാണാൻ കഴിഞ്ഞ സന്തോഷം. തുടർന്ന് സംസാരിക്കാം. ഓക്കെ, നമുക്കൊരു കാര്യം പറയുമ്പോഴേ, അനിലേട്ടനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് കാര്യങ്ങൾ നമുക്ക്, നമ്മൾ ഈ ബൈബിളിൽ വാക്യമുണ്ട്, സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്ന കള്ളപ്രവാചകന്മാരെന്ന്. ബൈബിളിലെ ഒരു അപ്പോസ്തലൻ പത്രോസ് എഴുതിയ ഒരു വചനത്തിൽ നിന്നുള്ളതാണ്. ജെനുവിനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ സഹോദരന്മാർക്ക് തമ്മിൽ സംസാരിക്കാം, ആണുങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാം. ഇത് ഈ കള്ളപ്രവചനവും ദ്രവ്യാഗ്രഹത്തിൻ്റെ ഓരോ കുരുട്ടുബുദ്ധികളുമായിട്ട് അവരുടെ കയ്യിരിക്കുന്നതും കാതെ കിടക്കുന്നതും ഒക്കെ അടിച്ചും പറിച്ചും മാറ്റാൻ വേണ്ടി ഇതുപോലെ കുറേ കള്ളപ്രവാചകന്മാരുന്നു. അതെനിക്ക് തോന്നുന്നു എല്ലാ സമൂഹത്തിലും ഉണ്ട്. അത് നമുക്കിടയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഇതിനകത്ത് കുറച്ച് കൂടുതലുണ്ട്. അപ്പം അത്തരം ആളുകൾ ഈ കുടുംബങ്ങളെ അല്ലെങ്കിൽ വീടുകളെ, അവിടുത്തെ വ്യക്തികളെ, വിശേഷിച്ച് ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ പരിജ്ഞാനം. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്കൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിനകത്ത് എല്ലാം ഒരുപോലെ ഡിസേണിങ് ഉണ്ടായിക്കും, അതായത് വിവേചനപരം ഉണ്ടായിക്കൊണ്ടായിരിക്കും. അത്തരം ആളുകളെ കറക്കിക്കളയുന്ന ഇത്തരം തരികിട പരിപാടികളുമായിട്ട് ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറങ്ങുന്നുണ്ട്. സൂക്ഷിക്കുക, പ്രാർത്ഥനയിൽ ഓർക്കും, വീണ്ടും വരാം, വീട് വിസിറ്റ് ചെയ്യാൻ, പ്രാർത്ഥിക്കാം കേട്ടോ. കാണാൻ കഴിയും. ഉണ്ടല്ലോ നമ്പർ, ഞാൻ വിളിക്കാം. വീട് വൈറ്റ് വാഷ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കള്ളപ്രവാചകന്റെ പ്രവചനത്തെക്കുറിച്ചും ആ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ മനസ്സിലായല്ലോ. ആ വീട്ടിൽ പാർക്കുന്നവരല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ടുള്ള സഹോദരിയെ, തൻ്റെ കുഞ്ഞിനെയൊക്കെ മാനസികമായി അവരുടെ ഈ കള്ളപ്രവചനത്തിൻ്റെ കുരുട്ടുബുദ്ധികൾക്കകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുപയോഗിക്കുന്ന പദങ്ങളിലൊന്നാണ് ജപ്തി. പക്ഷെ ആ വീടിന് ജപ്തിയില്ല. കടം എന്ന് പറയുന്ന ഒരു പദം എടുത്തു. ഇന്നത്തെ ഈ നമ്മുടെ നാട്ടിലെ അവസ്ഥയിൽ കടമില്ലാത്ത ആരാ ഉള്ളത്? നിങ്ങൾക്ക് കടമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അംബാനിയോട് ചോദിച്ചാലും കടം ഉണ്ടായിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലയിലുള്ള ബിസിനസ്സുകാർക്കും താഴെ കിടക്കുന്ന എല്ലാവർക്കും കടമുണ്ടായിരിക്കും. കടം ഇല്ലാത്തവർ വളരെ വിരളമായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പദങ്ങൾ എടുത്തു വെച്ച് അവരെ വീഴ്ത്തുക എന്നുള്ളതാണ് ഇത്തരം കള്ളപ്രവാചകന്മാരുടെ ഏറ്റവും വലിയ വക്രത എന്ന് പറയുന്നത്. എന്നാൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാത്രമേ ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു 100 കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് 98% കാര്യങ്ങളും വ്യാജമാണെന്നും 2 എണ്ണം എങ്ങനെയെങ്കിലും ഒത്തു എന്നുള്ള രീതിയിലാണ് ഇവന്മാരുടെ കള്ളപ്രവചനം. ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. ഇത് തികച്ചും ഇവരുടെ മാനുഷിക ബുദ്ധിയിലും അവരെ ഭരിക്കുന്ന ദുരാത്മാവിലുമുള്ള പ്രവചനങ്ങളാണ്. ഇങ്ങനെ പോയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ സഹോദരിയുടെ വീട് അന്വേഷിച്ച് പോയി അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ അതിനകത്ത് ഒരു മറുപടി പറയാം. ഇത്തരം കള്ളപ്രവാചകന്മാരുടെ ശൃംഖലയിൽ കുടുങ്ങിയ ഒരു സഹോദരി കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. കുറേ നാൾ ആ കേസും പഴക്കമൊക്കെ അങ്ങനെ നടന്നു. നിങ്ങൾക്കറിയാമല്ലോ, കുറേ നാളത്തേക്ക് ഫയർ വിങ്സ് എന്ന് പറയുന്ന തരികിട ആ ഗ്രൂപ്പ് കുറേ കാലത്തേക്ക് തല പൊക്കുന്നതേ ഇല്ലായിരുന്നു. പിന്നെ ആ കേസും മറ്റു കാര്യങ്ങളെല്ലാം ഒതുങ്ങി ഏകദേശം ഒരു വഴിക്കായപ്പോൾ ഒന്നുകൂടെ ഓർത്തോണം, ആ സഹോദരിയുടെ മാതാപിതാക്കൾ, സുവിശേഷകരായ മാതാപിതാക്കൾക്ക്
തീർത്താൽ തീരാത്ത നഷ്ടം ഇന്നും അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ അന്നത്തെ തട്ടിപ്പിന് കൂട്ടുനിന്ന കള്ളപ്രവചക വൃന്ദത്തിലെ പലരും ഇപ്പോൾ കറങ്ങി നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവർ ഇത്തരം മായാവലയങ്ങൾ അവരുടെ ലോകസുഖത്തിനും അല്ലെങ്കിൽ അവരുടെ ലോകമയങ്ങളിൽ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും ജഡത്തിനും വേണ്ടിയുള്ളതാണ് പ്രവചനം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരം ആളുകളെ ഇവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും നോ പോലും പറയാൻ കഴിയാത്ത സിറ്റുവേഷനിലാണ് അവിടെ. കാരണം അവിടുത്തെ ഒരു അരണ്ട വെളിച്ചത്തിലും കളർ ലൈറ്റിങ്ങിലും പിന്നെ അവിടുത്തെ പേ പിടിച്ച കീബോർഡിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലും ഇവന്മാർ അവിടെ ഇരുന്നുകൊണ്ട് ആവർത്തിച്ച് ചോദിക്കുമ്പം പലപ്പോഴും അവിടുത്തെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പലർക്കുമോ നോ എന്ന് പറയാൻ കഴിയാതെ പോകും. ചിലപ്പോൾ അവർ മിണ്ടാതിരിക്കും. ഇവരാവർത്തി ചോദിക്കുമ്പോൾ യേസ് എന്ന് പറയും. ഇതങ്ങനെ അവിടെ തീരുകയാണ്. ഇത് അവർ പ്രവചനത്തിൻ്റെ ആധികാരികതയാക്കി മാറ്റുകയാണ്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഇവർ പറയുന്ന പൊള്ളത്തരങ്ങൾ എത്രത്തോളം ഭീകരമാണെന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഈ കള്ളപ്രവാചക വൃന്ദത്തെ തിരിച്ചറിയുക. ഇങ്ങനെയുള്ളവരുടെ അടുക്കൽ പോകുന്നവർ വാസ്തവത്തിൽ മാനസികമായി അവരൊരു വേറൊരു ഫ്രസ്ട്രേഷൻ മോഡിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. അത് തിരിച്ചറിയുക. ഇത്തരം വ്യാജങ്ങളെ തുറന്നു കാണിക്കാൻ ആർജവമുള്ളവർ എഴുന്നേൽക്കുക. ഇപ്പോൾ ഈ കാലഘട്ടം നമുക്ക് ഇത്തരം കാര്യങ്ങളെ തുറന്നു പറയാൻ കുറച്ചും കൂടി സ്വാതന്ത്ര്യമുള്ള കാലമാണല്ലോ. ഏതായിരുന്നാലും ചെങ്ങന്നൂരിലെ ഈ കള്ളപ്രവാചക രാവുണ്ണിയുടെ അടുത്ത തട്ടിപ്പും അതിൻ്റെ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിവരുടെ പിന്നാലെ.